ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് ഒരു ചെറിയൊരു കഥ പറയാനാണ് പോകുന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും കഥ വളരെ ഇഷ്ടമാണെന്നറിയാം. അതുകൊണ്ട് ഇന്നൊരു കഥ പറയാം. ഈ കഥ ബൈബിളിലെ ഒരു ചരിത്രമാണ്. പക്ഷേ എന്നാലും നമുക്കതൊരു കഥാരൂപത്തിൽ നമുക്ക് അത് കേൾക്കാം. ഈ കഥ നടക്കുന്നത് ഒരു രാജ്യത്താണ്. അതായത് ഒരു നയമാൻ്റെ കുടുംബത്തിലാണ് ഇത് കഥ നടക്കുന്നത്. പക്ഷേ ഈ കഥയുടെ ആരംഭം നമുക്ക് ഇസ്രായേലിൽ നിന്നാണ് ഉണ്ടായത്. ഒരു ദിവസം ഇസ്രായേലിലെ ഒരു വീടിനെയൊക്കെ മുറ്റത്ത് കുറേ കുട്ടികൾ, എല്ലാ കുട്ടികളും ഒരു സന്ധ്യാസമയമായപ്പോൾ എല്ലാവരും കളിക്കുവാനായിട്ട് പുറത്തിറങ്ങി. അങ്ങനെ ഒരു യഹൂദ കുടുംബത്തിലെ ഒരു അപ്പനമ്മയ്ക്കും 2 മക്കളുണ്ടായിരുന്നു, ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. ഈ പെൺകുഞ്ഞാണ് മൂത്തത്. ആ കുഞ്ഞിനൊരു 10 വയസ്സ് കാണും, ആൺകുഞ്ഞിന് ഒരു 8 വയസ്സ് കാണും. അങ്ങനെ 2 പേരും കൂടെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ട് ഇവർ വളരെ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇവർ നോക്കിയപ്പോൾ ഭയങ്കര ശബ്ദമൊക്കെ കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ ആ തെരുവിൽ വീടിന് അവിടെ ഉണ്ടായിരുന്ന ആ വഴിയിലുണ്ടായിരുന്ന എല്ലാവരും കളിച്ചു നിന്നിരുന്ന കുഞ്ഞുങ്ങളും പിന്നെ മറ്റെല്ലാവരും വേഗം അവനവൻ്റെ വീടുകളിലേക്ക് ഓടിപ്പോയി വാതിലടയ്ക്കുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് അതൊന്നും മനസ്സിലായില്ല. കുട്ടികളത് ഇങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിന്ന് അപ്പോഴാണ് കുറേ കുതിരകളുമായിട്ട് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കടന്നു വരുന്നത് കണ്ടത്. പക്ഷെ അപ്പോഴും കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല, ഇത് എന്താണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ അവരെ അങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കലേ ഈ ഒരു കുതിരപ്പുറത്ത് ഒരാൾ വന്ന് ഈ പെൺകുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി. ഈ പിടിച്ചു കൊണ്ടുപോയപ്പോൾ കുഞ്ഞിനെ ഒന്നും മനസ്സിലായി, ഈ കുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല. ആൺകുട്ടി വേഗം വീടിനുള്ളിലേക്ക് ഓടി അമ്മയോട് വന്ന് വിവരം പറഞ്ഞു. അമ്മ ഇത് കേട്ട് വാതിലിന് പുറത്ത് വന്നപ്പോൾ റോഡ് മുഴുവനും ശൂന്യം, പിന്നെ ഇവരെല്ലാം മടങ്ങിപ്പോകുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇത് ഈ കുട്ടികളെ പിടിക്കുവാൻ, പിന്നെ കുട്ടികളെ അടിമകളാക്കുവാനായിട്ട് വന്ന ഒരു കൂട്ടരാണ്, വേറൊരു രാജ്യത്ത് നിന്ന് വന്ന ആൾക്കാരാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ വിചാരിച്ചു ഇനി പെൺകുഞ്ഞ് പോയി, ഇനി ആൺകുഞ്ഞിനെ വേഗം അകത്ത് കയറ്റി ഇങ്ങനെ വാതിലടച്ചു. ഇവിടെ ഈ പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് വീട്ടിൽ ഒരു വേലക്കാരിയാക്കി, ഒരു നയമാൻ എന്ന് പറഞ്ഞ ഒരു ആളുടെ മന്ത്രിയുടെ വേലക്കാരിയാക്കി. അങ്ങനെ ഈ കുഞ്ഞിന് വളരെയധികം, കുഞ്ഞിന് ഒരു അടിമയാണ്, അമ്മയും അപ്പനെയും വിട്ട് ദേശത്ത് വന്ന് ഒരു വേലക്കാരിയെ പോലെ ജീവിക്കുകയാണെങ്കിലും കുഞ്ഞിന് ആ മനസ്സിലാ ഒരു ഭാരമുണ്ടെങ്കിൽ ഉള്ളിലും കൊച്ചിന് വളരെ സന്തോഷമുണ്ട്. കാരണം ആ കുഞ്ഞ് ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നൊരു ഒരു ഭവനമായിരുന്നു ആ കുഞ്ഞിൻ്റെ വീട്. അങ്ങനെ കുഞ്ഞിനും അറിയാമായിരുന്നു ഇസ്രായേലിൻ്റെ ദൈവം വളരെ ശക്തനാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ ആ കുഞ്ഞ് ഇങ്ങനെ ഒരു ദിവസം എന്നും പിന്നെ ഈ നയമാൻ്റെ ഭാര്യയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കുവാനും അവരെ മേശ തുടയ്ക്കാനും ഒക്കെ ഇങ്ങനെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴും നോക്കുമ്പോൾ ഈ നയമാൻ്റെ ഭാര്യ എപ്പോഴും ദുഃഖിതരായിരിക്കുക. അപ്പോൾ ഈ കൊച്ചു വിചാരിച്ചു, ഇത്രയധികം സമ്പത്തും ഇത്രയും വലിയ നയമാൻ എന്ന് പറഞ്ഞൊരു വീരപരാക്രമിശാലി ഒക്കെയാണ്, എന്നിട്ടും ഇത്രയും സമ്പത്തൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഇങ്ങനെ ഈ കൊച്ചമ്മ എന്താ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ കൊച്ചിന് മനസ്സിൽ തോന്നി ഒന്ന് ചോദിക്കണമെന്ന്. ആ കൊച്ച് ഒരു ദിവസം വെള്ളം കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്താ മുഖത്തിനൊരു വാട്ടം, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നയമാൻ്റെ ഭാര്യയ്ക്കും തോന്നി ഈ കൊച്ചിനോട് പറയാമെന്ന് തോന്നി. അത് ദൈവം തോന്നിപ്പിച്ചതാ. അങ്ങനെ പറയാൻ തോന്നിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് നയമാൻ എല്ലാ സ്വത്തും സമ്പത്തും പരാക്രമം എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാവരിലും ബഹുമാനിക്കപ്പെടുന്ന മനുഷ്യനുമാണ്, പക്ഷേ എൻ്റെ ഭർത്താവ് ഒരു കുഷ്ഠരോഗിയാണ്. അപ്പോൾ ഈ കൊച്ചു പറഞ്ഞു, അതിന് ഇസ്രായേലിലൊരു പ്രവാചകനുണ്ട്, ആ പ്രവാചകൻ്റെ അരികെ പോയാൽ യജമാനൻ്റെ കുഷ്ഠരോഗം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചിനും പിന്നെ യജമാനത്തേക്ക് മനസ്സിലായി, ഒരു പക്ഷേ ശരിയായിരിക്കും, വളരെ ചികിത്സകൾ ചെയ്തും ഒക്കെ ആയിരിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് പറയാം. അങ്ങനെ
നയമാനെ വിളിച്ച് വിവരം പറഞ്ഞു. നയമാൻ ആദ്യം ഇഷ്ടപ്പെട്ടില്ല. ഓ, നമ്മുടെ നാട്ടിലുള്ള വൈദ്യന്മാരൊക്കെ ചെയ്തിട്ടൊന്നും ശരിയായില്ല, പിന്നെയാണോ ഇസ്രായേലിൽ പോയി പ്രവാചകനെ കാണുന്നത് എന്നും പറഞ്ഞു. പക്ഷെ എന്നാലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുറേ സേവകരും കുറേ സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് ഇസ്രായേലിലേക്ക് പോയി. അങ്ങനെ ഇസ്രായേലിൽ വന്നത് ഏലീശയുടെ രീതി. പിന്നെ ഏലീശയുടെ ഒരു ശിഷ്യനുണ്ട്. ശിഷ്യൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പിന്നെ ഒരു ആൾ ഇങ്ങനെ വന്നിട്ടുണ്ട് യജമാനെ കാണാൻ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഈ എല്ലാ വിവരങ്ങളും മനസ്സിൽ എല്ലാം ദൈവമെല്ലാം ഈ എലീശയ്ക്ക് അറിയിച്ചു കൊടുത്തായിരുന്നു മനസ്സിൽ. പക്ഷേ എലീശ പറഞ്ഞു അയാളോട്, ആ വ്യക്തിയോട് പോയിട്ട് നയമാനോട് പോയി യോർദാൻ നദിയിൽ 7 തവണ മുങ്ങി കുളിക്കുവാൻ പറഞ്ഞു. അപ്പോൾ ശിഷ്യൻ വന്ന് പറഞ്ഞു, യജമാൻ എങ്ങനെയാണ് പറഞ്ഞത്, പ്രവാചകൻ എങ്ങനെയാണ് പറഞ്ഞത്, അവിടെ ഇസ്രായേലിൽ അവിടെ യോർദാൻ നദിയിൽ പോയിട്ട് 7 തവണ മുങ്ങി കുളിക്കാൻ. അതും നയമാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം കുളിക്കുക എന്താ, ഞങ്ങളുടെ നാട്ടിലൊന്നും പിന്നെ വെള്ളം നദിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് കുളിക്കുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മടങ്ങിപ്പോവാൻ നിന്നു. അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്നപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, അല്ല യജമാനെ, പ്രവാചകനത് പറഞ്ഞതല്ലേ, ഒരു പക്ഷേ ദൈവത്തിൻ്റെ അരുളപ്പാടായിരിക്കും, നമുക്കൊന്ന് പോയി അതിനിപ്പം ഒരു 7 പ്രാവശ്യം കുളത്തിൽ മുങ്ങാനല്ലേ പറഞ്ഞുള്ളൂ, നമുക്കൊന്നത് പോയി നോക്കാം. അങ്ങനെ ശിഷ്യൻ്റെ വാക്ക് കൽപ്പിച്ച് ഓർത്ത് നയമാൻ അവിടെ ചെന്നു, യോർദാനരികെ ചെന്നു. ഒരു പ്രാവശ്യം മുങ്ങി. അപ്പോഴും നയമാന് ദേഷ്യം വന്നു. ഒന്നും ആയില്ല. 2, 3, 4, 5, 6 പ്രാവശ്യം മുങ്ങിയിട്ടും ഒന്നും ആയില്ല. പിന്നെ ഏതായാലും വിചാരിച്ചു 7 പ്രാവശ്യമല്ല പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടെ മുങ്ങി നോക്കാം എന്നും പറഞ്ഞ് ഉള്ള ദേഷ്യമൊക്കെ ഉള്ളിൽ അമർത്തി ഒന്ന് മുങ്ങി. പിന്നെ മുങ്ങി വന്നപ്പോൾ നയമാനെ കാണാനേ നയമാൻ്റെ രൂപേ മാറി. വളരെയധികം നല്ലൊരു തേജസ്സുള്ള നല്ലൊരു യുവാവായി മാറി. നല്ല തേജസ്സും ശരീരമൊക്കെ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ആയി എന്നാണ് നമുക്ക് വചനത്തിൽ പറയുന്നത്. അങ്ങനെ വളരെ ശരീരമൊക്കെ നോക്കിയപ്പോൾ നയമാന് തന്നെ അത് മനസ്സിലായില്ല. കാരണം അത്രമാത്രം നയമാൻ മാറിയിരുന്നു. അങ്ങനെ കരയിൽ നിന്ന് ശിഷ്യന്മാരും അത്ഭുതപ്പെട്ടു. നയമാന് ഒത്തിരി സന്തോഷമായി. പിന്നെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പിന്നെ വീണ്ടും ഏലീശയെ കാണാൻ വന്നു. ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നു, സമ്മാനങ്ങൾ, സ്വർണ്ണ നാണയങ്ങളും അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ആഭരണം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പട്ടും ഒക്കെ. അപ്പോൾ ഇത് കൊണ്ടുവന്നിട്ട് ഏലീശയെ കൊടുത്തപ്പോൾ ഏലീശ പറഞ്ഞു, എനിക്ക് ഇത് വേണ്ട, എൻ്റെ വാക്ക് നീ അനുസരിച്ച്, ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിച്ചില്ല, അത് തന്നെ നിനക്ക് നല്ലത്, നീ മടങ്ങി വീട്ടിലേക്ക് പോയിക്കെന്ന് പറഞ്ഞു. അങ്ങനെ അവനത് ഒത്തിരി പറഞ്ഞ് വാങ്ങിച്ച് കൊണ്ടുപോയി. അപ്പോൾ പോകുന്ന സ്പോക്കിൽ അവൻ കുറച്ചൊരു പിടി മണ്ണെടുത്ത് കൊണ്ടുപോയി അവൻ. അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ തീരുമാനിച്ചു, ഇന്ന് മുതൽ അവിടെ അവൻ്റെ രാജ്യത്തും ഇസ്രായേലിൻ്റെ യഹോവയെ സ്നേഹിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യും എന്നും പറഞ്ഞ് ഇവൻ മടങ്ങിപ്പോയി. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്ന വഴിയിൽ ഗേഹസിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഒരു വിഷമായി. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ മടക്കി കൊണ്ടുപോയില്ലേ. അപ്പോൾ ഗേഹസി എന്ത് ചെയ്തു, പിന്നാലെ പോയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് സാധനങ്ങൾ തരണം, വേറെ ഒരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് കൊടുക്കാനാ, എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ നയമാന് സന്തോഷമായി. നയമാൻ അതിൽ നിന്ന് കുറച്ച് കൊടുത്തു. ഗേഹസി എന്ത് ചെയ്തു, അത് കൊണ്ടുപോയി വീട്ടിലൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എലീശയുടെ അരികെ, പ്രൈസ് ലോർഡ്, പിന്നെ ഗേഹസി എലീശയുടെ അരികെ വന്നു. അപ്പോൾ എലീശയ്ക്ക് മനസ്സിലായി. എലീശ ചോദിച്ചു, നിനക്ക് ദൈവത്തെയും എന്നെയും പരീക്ഷിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ അവരെ കയ്യിൽ നിന്ന് അത് പിന്നെ എലീശയുടെ നയമാൻ്റെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണ ആഭരണമൊക്കെ വാങ്ങി നീ ഒളിപ്പിച്ച് വെച്ചില്ലേ, അതുകൊണ്ട് നയമാൻ്റെ കുഷ്ഠം നിനക്ക് തന്നെ വരട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അത് പിന്നെ ഗേഹസി പിന്നെ നോക്കിയപ്പോൾ അവൻ്റെ നയമാൻ്റെ കുഷ്ഠം ഇവനുമായി. അവനൊത്തിരി ദുഃഖമായിട്ട് അവൻ അവിടെ നിന്ന് പോയി. അങ്ങനെ നയമാൻ വീട്ടിൽ വന്ന് ഭാര്യയോട് എല്ലാ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞു, അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു. വളരെ സന്തോഷം. ഇതൊക്കെ പറയുന്നതൊക്കെ ഈ കൊച്ച് ഇങ്ങനെ ഒളിച്ചു നിന്ന് കേട്ടു. പിന്നെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഭാര്യയ്ക്ക് സന്തോഷമായി. എല്ലാം അവിടെ രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും സന്തോഷമായി.
അങ്ങനെ വന്ന് നൈമാൻ്റെ ഭാര്യ എന്തോ പറഞ്ഞു. പറഞ്ഞപ്പോൾ അത് എന്താണെന്നറിയാൻ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ നൈമാൻ്റെ ഭാര്യ പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്ന് ഈ കൊച്ചിനെ വിളിച്ചിട്ട് കൊച്ചിനോട് പറഞ്ഞു, ഇങ്ങനെ ഒത്തിരി സന്തോഷമായി, എല്ലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊക്കെ ചുംബിച്ചൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്ക് വളരെ സന്തോഷമായി. പക്ഷെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, നിന്നെ അപ്പനെയും അമ്മയെയും വിട്ട് നിൻ്റെ എല്ലാവരെയും വിട്ട് നീ ഇവിടെ ഒരു അടിമയെ പോലെ കഴിയല്ലേ, അത് വേണ്ട, ഞാൻ നിന്നെ വീട്ടിൽ മടക്കി അയക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. കൊച്ചിന് ഒത്തിരി സന്തോഷമായി. അങ്ങനെ കൊച്ചിനെ മടക്കി വളരെ സമ്മാനത്തോടു കൂടെ പിന്നെ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ചിഴച്ച് കൊണ്ടുപോയിരുന്നതാണ്. പക്ഷെ തിരിച്ച് കൊണ്ടുവിടുമ്പോൾ വളരെ അധികം സമ്മാനങ്ങളുമായി രാജകീയമായിട്ടുള്ള എല്ലാ ഇതോടും കൂടെ ഈ നല്ല ഉടുപ്പ് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ച് പിന്നെ ഇസ്രായേലിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കുതിരയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അപ്പനും അമ്മയ്ക്കൊക്കെ പേടിയായി. വാതിലിൻ്റെ അവിടെ വന്ന് കുതിര നിന്നപ്പോൾ പേടിയായി. പിന്നെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവർക്കും വളരെ അത്ഭുതമായി. അതായത് ഈ കുഞ്ഞിനെ അവരുടെ അമ്മയെ ഏൽപ്പിച്ച് ഒത്തിരി സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഈ കുഞ്ഞിനെ പെൺകുട്ടിയെ അമ്മയെ ഏൽപ്പിച്ച് പിന്നെ ഇതെല്ലാം ഇസ്രായേലിലുള്ള അവരുടെ അയൽവാസികളൊക്കെ അറിഞ്ഞപ്പോൾ വീടിനുള്ളിൽ ഭയങ്കര തിരക്കൊക്കെയായി. അങ്ങനെ തിരക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വഴിക്ക് പോയത്. അപ്പോൾ ഞാനും വിചാരിച്ചു, എന്താ അവിടെ ഇത്ര തിരക്ക്, ഏതായാലും ഒന്നറിയാം എന്ന് വിചാരിച്ച് ഞാൻ ആ വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ ഒത്തിരി സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഈ കൊച്ചിങ്ങനെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് വളരെ സന്തോഷത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് പറഞ്ഞത്, ഇങ്ങനെ ഈ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നടന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ, കൊച്ചിനെ കൊണ്ടുപോയത് മുതൽ തിരിച്ച് കൊണ്ടുവന്നത് വരെയുള്ള സംഭവങ്ങളൊക്കെ കൊച്ചെന്നോട് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു. അവർക്ക് ഒത്തിരി സന്തോഷമായി. അവിടെ കൂടിയിരുന്നവരിൽ ഗേഹസിയുടെ ഭാര്യയുണ്ട് കേട്ടോ. കാരണം ഗേഹസി കുഷ്ഠരോഗിയായില്ലേ. ഇനി ആ ഗേഹസിക്ക് എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ഈ കൊച്ചിനോട് പറയാൻ വേണ്ടിയിട്ട് അവരുടെ ഭാര്യയൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരുന്നു. അപ്പോൾ വളരെ സന്തോഷമായി. അപ്പോൾ പ്രിയ ദൈവമക്കൾ, നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്നറിയോ? ദൈവത്തിന് പ്രവർത്തിക്കാൻ ഇന്ന ആൾ എന്നൊന്നുമില്ല. ദൈവത്തിന് പ്രവർത്തിക്കേണ്ട സമയമായാൽ ദൈവത്തിന് ആരെ രക്ഷിക്കണം, ഏത് രാജ്യത്തെ രക്ഷിക്കണം എന്നുള്ളതൊക്കെ മനസ്സിലായാൽ ദൈവം ഒരു തീരുമാനമെടുത്താൽ അത് കുഞ്ഞായാലും വയസ്സും പ്രായമൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് അവനെ തിരഞ്ഞെടുത്തപ്പോൾ എത്ര വയസ്സായിരുന്നു? അതുപോലെ ജോസഫ് തിരഞ്ഞെടുത്തപ്പോൾ എത്ര വയസ്സായിരുന്നു? അവരൊക്കെ എത്ര കഷ്ടതയിൽ കൂടെയാണ് കടന്നിട്ട് മന്ത്രിയായതും രാജാവായതൊക്കെ. അതുപോലെ തന്നെ ഈ കൊച്ചിനെയും അങ്ങനെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് പ്രവർത്തിയും മനുഷ്യരെന്നില്ല, മൃഗങ്ങളെ കൊണ്ടും ജീവികളെ കൊണ്ടും സാധിക്കും. നമുക്കറിയാമല്ലോ, കഴുതയെ കൊണ്ട് ചെയ്ത പണി, കാക്കയെ കൊണ്ട്, അതുപോലെ തന്നെ ഈ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴുവിനെ കൊണ്ട് പോലും ദൈവം പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ലേ, അപ്പോൾ സൺഡേ സ്കൂളിലുള്ള കുട്ടികളല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതാണ് വചനം പറയുന്നത്. എപ്പോഴും നാം ഒരുങ്ങിയിരിക്കണം. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്, അതിനായിട്ട് നമ്മെ തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് പോലും അറിയാത്ത ചില സന്ദർഭങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ദൈവവചനം അനുസരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നമ്മൾ ഇരുന്നാൽ ദൈവം നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഓക്കെ, കഥ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് ഓൾ.